ഹായ്, ഇന്ന് ഫ്രൈഡേ ആണ്, എൻ്റെ ഓഫ് ഡേ ആണ്. ബട്ട് ഞാൻ സലൂണിലാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. വൈഷുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ 10-ാം തീയതി. അപ്പോൾ രാത്രി ഞങ്ങളൊരു 12 മണിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകും. ഒരു കസ്റ്റമർ അപ്പോൾ അത് റെഡി ചെയ്തു. ത്രെഡിങ് കസ്റ്റമറാണ്, 2 പേര് വന്നു. അപ്പോൾ ഇനി അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ ഹസ്ബൻഡ് ഞാനോട് പോയിട്ട് ഗിഫ്റ്റ് വാങ്ങും. രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകും. അവൻ്റെ മെയ് 10 ബർത്ത്ഡേ, എൻ്റെ മോൻ്റെ മെയ് 15, നെക്സ്റ്റ് മൺഡേ ആണ്. അപ്പം എൻ്റെ അമ്മയോട് വിളിച്ചപ്പോൾ ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനും ഇത് വാങ്ങാൻ പറഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു, നിൻ്റെ മോൻ അറിയണ്ട, അവനൊപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അവന് ഇച്ചിരി ഒരു ജലസി ഉണ്ടായിരുന്നു. ഞാൻ ഇവൻ്റെ കൂടെയുള്ള ഫോട്ടോസ് വീഡിയോസ് ഇട്ട് അവിടെ ചെയ്യും. അമ്മ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ പോവില്ല, അല്ലെങ്കിൽ അമ്മയ്ക്കിനോട് സ്നേഹം. അപ്പം ഞാൻ പറയും, അവർ തരത്തില്ല, തന്നായിരുന്നു ഞാനൊരു കൈ നോക്കിയാണ്. അവന് പറഞ്ഞ് ഇഷ്ടമേ അല്ല അവനും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അറിയണ്ട എന്ന്. വിനു ഞാനിവിടെ വന്നിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. വിനു ഇവിടെ ഇരുട്ടാം. അത് കഴിഞ്ഞിട്ട് ഒരു അവക്കാഡോ ഷേക്ക് വാങ്ങുന്നു. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെടുമോ എന്തോ. ജ്യൂസ് ഞങ്ങൾ മദീനെ വന്നിട്ടാണ് വാങ്ങിച്ചത്. ഇനിയിപ്പം 12 മണിക്ക് പോകത്തില്ല, ഇപ്പം 10 മണി ആയതേ ഉള്ളൂ. ഞാൻ 9:30 കഴിഞ്ഞപ്പം തന്നെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ മെനു റൂമിലോട്ട് പോകും. ഞാൻ ഷോപ്പിനാകും ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നാളെ രാവിലെ വന്ന് എനിക്ക് ഷോപ്പിനാകും മെസ്സായി കിടക്കുന്ന ഇഷ്ടമല്ല. എപ്പം ചെല്ലാലും ഫ്രഷായിട്ട് കയറണം രാവിലെ, അതെനിക്ക് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഒന്ന് സെറ്റാക്കി മിററൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി ഇനി 12 മണിയാകുമ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മിനു ഇപ്പോഴത്തെ സൈഡിലോട്ട് ക്ലോസ് ചെയ്യും. ഇവിടെ നല്ല വെള്ളമാണ്. അപ്പം മിനു എന്താ പിന്നെ പത്തരി ഒരെണ്ണം എടുത്തു. പത്തരി, എണ്ണപ്പത്തരി ഭയങ്കര ഇഷ്ടമാണ് മോനും മിനുവിനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനോട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കത്തില്ല, പക്ഷെ വിനുവിൻ്റെ അമ്മ ഉഷയമ്മ ഉണ്ടാക്കും. അമ്മയ്ക്കറിയാം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണപ്പത്തരി, എണ്ണപ്പത്തൽ അങ്ങനെ പറയുന്നത്. എണ്ണപ്പത്തലെന്നല്ലേ ഇനി പറയുന്നത്. അപ്പം ഉഷയമ്മ ഉണ്ടാക്കും, ഞങ്ങളുടെ അമ്മയ്ക്കറിയാം. കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ആ സൈഡിലോട്ടൊക്കെ എണ്ണപ്പത്തൽ ഭയങ്കര ഇതാണ്. നല്ല അവക്കാഡോ ഷേക്കാണ്. ഇവരിതിനകത്ത് ഐസ്, നമ്മൾ ഐസ് ഇടരുതെന്ന് പറയും. അവർ കുറച്ച് ഹണി മാത്രമേ ഒഴിക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഇവരുടെ. അതായത് നമ്മുടെ മദീനയുടെ തൊട്ട് ഫ്രണ്ടിലുള്ളത്. ഞങ്ങൾ നമ്മൾ ഇടയ്ക്ക് സൺബൈഡിൽ നിന്ന് വാങ്ങാറുണ്ട്. സൺബൈഡിന് കുറച്ചുകൂടി മധുരമാണ്. അവർ ഷുഗർ ആഡ് ചെയ്യും. ഇവർ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി പിന്നെ ഷുഗർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ്. തീർന്നു. പിന്നെന്തെല്ലാം 2 മാസം സാലറി ഇല്ലായിരുന്നു. സാലറി കിട്ടി, പകുതി സാലറി കിട്ടി. സാലറിയുടെ ചിലവ് തരണം, ചിലവ് ചെയ്യണം. നമ്മളങ്ങനെ നമുക്ക് 2 മാസം കൂടുമ്പോൾ സാലറി കിട്ടിയാലും നമ്മളവിടെ വർക്ക് കമ്പനിയോട് ആത്മാർത്ഥത പുലർത്തുന്ന അവരുടെ കമ്പനിയുടെ. ഞാൻ എന്നിട്ട് പറയും, വിനു ജോലിക്ക് പോകണ്ട, ജോലിക്ക് പോകാതിരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാകണം. അപ്പം വിനു പറയും ശരിയാകത്തില്ല. അപ്പോൾ എന്നോട് സാലറി കിട്ടുന്നതിന് മുമ്പ് എൻ്റെ പെൻഡിങ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ പെൻഡിങ് സാലറി കിട്ടുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെൻഡിങ് സാലറി കിട്ടിയ ഒരു മാല വാങ്ങിച്ചു തരണം. നീ ഒരിക്കലും പറയാത്തതും എന്ത് പറഞ്ഞാലും നോ പറഞ്ഞു വരും. അപ്പോൾ പറയും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വാങ്ങിച്ചു. പിന്നെ 2 മാസം സാലറി കിട്ടി. അത്ര ഐശ്വര്യം എനിക്ക്. അതുകൊണ്ട് മാല വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണത്തിന് നന്നായിട്ട് 477 വരെയായി. അപ്പം ഞാൻ വിളിച്ചു കിട്ടി വരും, കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വാങ്ങണം തന്നെയാണ്. ഇനിയിപ്പം നോക്കിയോണ്ട് ഈ അടുത്ത ആഴ്ച ഫുൾ സെറ്റിൽമെന്റ് അല്ലേ, അടുത്ത ആഴ്ച ഫുള്ള് കൊടുക്കാന്ന് പറയും. കിട്ടുവോ കിട്ടാതിരിക്കുവോ? കിട്ടിയാലും അപ്പൊ ഈ 400 ചില്ലറ കിടക്കുന്ന സ്വർണ്ണം ചിലപ്പോൾ 500 അങ്ങേയറ്റം കിട്ടും. അതാണ് നമ്മുടെ കാര്യം. സ്വർണ്ണം ഇട്ട് നടക്കാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. സ്വർണ്ണം എപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് കണക്ക് പിടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ഞാൻ എപ്പോഴും സ്വർണ്ണത്തിൽ ഒരു ഇൻവെസ്റ്റ് ആയിട്ട് കാണുന്നു. എന്തെങ്കിലും പ്രശ്നം വന്ന് ഓടിച്ചെന്ന് പണയം വെക്കുക. ഞാൻ സൈബ ജ്വല്ലറിയിൽ കഴിഞ്ഞ ജൂണിൽ ഒരു സ്കീം ചേർന്നിട്ടുണ്ട്. മാസം നമ്മൾ പൈസ അടയ്ക്കണം. അത് ഈ ജൂൺ എനിക്ക് 10 days കഴിഞ്ഞാൽ പോയി 2 പവൻ എടുക്കാം.
എടുത്തിട്ടില്ല. അപ്പം ഈ മാസം ലാസ്റ്റായിട്ട് പോയി റോട്ടിൽ കൂടെ നടന്നു 1 വീക്ക് കഴിയുമ്പോൾ ഒന്ന് എടുക്കാൻ വരും. പിന്നെ അവിടെ ഇരിക്കുമല്ലോ സാധനം പോയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് സൈബേന്നായിരുന്നു സംഭവം. പിന്നെ എനിക്കിഷ്ടമാണ് അവിടുത്തെ നല്ല. എൻ്റെ മോനൊക്കെ ഒരു മാല വാങ്ങിച്ചിട്ട് നമ്മൾ എപ്പോഴും പുതുപോലെ കട്ടി കിടക്കുന്നത്. എനിക്ക് ഭീമയിലെ ജ്വല്ലറിന് അങ്ങനെ തന്നെ ആ ഒരു ഇത് അവിടെ നിന്ന് എടുത്തൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ മിസ്സായി. പക്ഷെ അന്ന് ഞാനത് എടുക്കുമ്പോൾ 275 ഉള്ളായിരുന്നു 1 ഗ്രാം. അതാണ് കൂടി 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 ഇത്രയായത് 520 500. നമ്മൾ നടന്നു ചെറിയ നെസ്റ്റോടെ അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല. അവിടെ ഒരു ലേഡീസ് സ്റ്റോറല്ല, ഒരു ലേഡീസ് സ്റ്റോർ പോലെ വാച്ചസും ബാഗ് ക്രീംസ് കോസ്മെറ്റിക്സ് എല്ലാം കിട്ടുന്ന ഇവിടുത്തെ ഒരു കട. ഈ ഏരിയ ആ ഒരു കടയിൽ. അപ്പോൾ അവിടെ നമുക്കൊന്ന് കയറി മുമ്പേ കയറാൻ നോക്കിയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾ പുറത്തെടുത്ത് ചായ കുടിക്കാൻ പോയാൽ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഒരു ക്രീം വാങ്ങിക്കാനുണ്ടേ. വിനുവിനൊരു സെയിൽ നടന്നുകൊണ്ടിരിക്കും അവിടെ. ഞാൻ ഈ നെസ്റ്റോടെ പോകട്ടിട്ട് ഒരു ജിമ്മുണ്ടായിരുന്നു അവിടെ അതിനകത്ത് പൊക്കോണ്ടിരുന്നു. ഇപ്പം കുറേ നല്ലത് കട തുറന്നു കണ്ടോ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നു. 11:45 ഞങ്ങൾ നേരെ പോവാണ്. ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ. നമ്മുടെ ഇപ്പുറത്തെ അവർ ചർച്ചിൽ പോയായിരുന്നു. അവന് നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ രാത്രിയിൽ അവർ ചർച്ചിൽ പോയി ഷാർജയിൽ. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ എല്ലാം കച്ച പാർക്കിംഗ് ആയതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റ് വണ്ടികൾ ഇങ്ങനെ ഫുള്ളിട്ട് പോകുക. രാത്രി ഉള്ള സ്പേസിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്നേ കയറ്റി വിടും. ഇവിടെ താഴെ അവർ വന്ന് തുറന്നു വരണം. പാസ്വേഡ് ഉണ്ട്, നമുക്കറിയില്ല. ഇതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഇതാണ് അപ്പം വിളിച്ചിട്ടുണ്ട്. വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ നിന്ന് വിളിച്ചപ്പോൾ താഴെ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യാൻ കാറുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ നെസ്റ്റോയിൽ പോയിട്ട് കണ്ട് വന്നതേ ഉള്ളൂ. അവരുടെ വണ്ടിയാണ്. അപ്പോൾ വന്നതേ ഉള്ളൂ. കേക്ക് എടുക്കാൻ പോയിച്ചു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അയ്യോ ഇത് അടച്ചില്ലല്ലോ. അമ്മയ്ക്കും കൊടുത്ത് മെനു ആന്റിക്കും കൊടുത്ത് നേരെ നോക്കിട്ട് പറ. വിഷയ് അങ്ങനെ വിഷയ് ചമ്മലായി അങ്ങനെ വിഷയ് നാണായി പോയി.